അതെ, നമുക്ക് നല്ല മാങ്ങ ഇട്ട് നല്ല തേങ്ങ അരച്ചൊരു മീൻ കറി വെച്ചാലോ. അതിനാവശ്യമായ തേങ്ങ, മുളക് പൊടി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, തക്കാളി, ഉലുവ, മഞ്ഞൾപ്പൊടി, ഇത്രയും മതി. ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊരു പെട്ടെന്നൊരു മീൻ കറി വെക്കാം. അങ്ങനെ അത് ചട്ടി ചൂടായി കഴിയുമ്പോഴേക്കും നമുക്കതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ എന്നിട്ട് ചൂടായി വരുമ്പോൾ അതിനകത്ത് കുറച്ച് ഉലുവ, കറിവേപ്പില, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞ് നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലപോലെ വഴണ്ട് വരണം. നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് നേരം. അങ്ങനെയെല്ലാം വഴണ്ട് വരുന്ന സമയത്തിനുള്ളിൽ നമുക്ക് തേങ്ങയും ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അതിനകത്തേക്ക് 2 വെളുത്തുള്ളിയും കൂടി ഇട്ടാൽ നല്ലതായിരുന്നു. ഉള്ളി ഇല്ലാത്തത് കൊണ്ടാണ്. ഉള്ളി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഈ ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം അത് കുറച്ച് ഇതും കൂടെ ചേർക്കാറുണ്ട്. കുറച്ച് വെള്ളം ഒഴിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം തക്കാളിയും പച്ചമുളകും കൂടെ അരിഞ്ഞിടുക. മാങ്ങ നമ്മുടെ മെയിൻ ആളാണ്. മാങ്ങ നന്നായിട്ട് അരിഞ്ഞ് അതിലേക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ വെക്കണം. ഒന്ന് ജസ്റ്റ് തിളഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ അയില മീനാണ്. അയില കുറച്ച് ഉണ്ടായിരുന്നു. അയില കറിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അയില കറിയിലേക്ക് ഓരോന്ന് എടുത്ത് പറ്റിക്കുക. പെട്ടെന്ന് ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പതുക്കെ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി സെറ്റാക്കി വെക്കാം. എന്നിട്ട് ഒരു 10-15 മിനിറ്റത്തേക്ക് വെന്തതിന് ശേഷം തുറന്ന് നോക്കുക. അപ്പോൾ കറി സെറ്റായി. ഇനി എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ